അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ മാധ്യമങ്ങളുണ്ട്. മുക്കിന് മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, ചാനലുകളൊക്കെ ഉണ്ട്. ഇത്തരം ചാനലുകൾക്ക് പ്രത്യേകിച്ച് ഒരു വിഷയം കിട്ടാതാകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ചാനലൊന്ന് റീച്ചാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന വിഷയം മതപരമായ വിഷയങ്ങളിലാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിനെ ചുറ്റിപ്പറ്റിയുള്ള എന്തെങ്കിലും വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു ന്യൂസാക്കുകയും അത് വെച്ച് ചാനലിന് റീച്ച് കൂട്ടുകയും അതൊരു ചർച്ചയാക്കി എടുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം. അതാണിപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ് മലയാളത്തിലെ ഒരു നടൻ, ഒരു സിനിമാ നടൻ മമ്മൂട്ടിക്ക് അസുഖം വന്നു. അങ്ങനെ ആ അസുഖം മാറുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ തന്നെ ഫീൽഡിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ വലിയൊരു സൂപ്പർ സ്റ്റാർ ആകുന്ന മോഹൻലാൽ ഒരു ഹിന്ദു വിശ്വാസിയാണ്. അപ്പോൾ തൻ്റെ സഹപ്രവർത്തകനായ, അല്ലെങ്കിൽ ഒരുപാട് കാലം അവർ ഒരേ മേഖലയിൽ ജോലി ചെയ്യുകയാണ്. അവർ വളരെ നല്ല സൗഹാർദ്ദപരമായിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സിനിമയുടെ ഫാൻസുകാരുണ്ട്, മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ്. ഇവർ തമ്മിൽ, അണികൾ തമ്മിൽ, ഈ ഫാൻസുകാർ തമ്മിൽ അടി കൂടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഇവർ തമ്മിൽ യാതൊരു പ്രശ്നമില്ല. അതിപ്പോൾ ഏത് മേഖലയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും, ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിലാണെങ്കിൽ ചില പാർട്ടികൾക്ക് വേണ്ടി, പാർട്ടി നേതാക്കന്മാർക്ക് വേണ്ടി അടി കൂടുന്ന, അല്ലെങ്കിൽ അക്രമം ഉണ്ടാക്കുന്ന ആളുകൾ, അണികളൊക്കെ ഉണ്ടാവും. പക്ഷേ നേതാക്കന്മാർ തമ്മിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അവർ പരസ്പരം കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്, പല വേദികളും അവർ ഒരുമിച്ച് പങ്കെടുക്കാറുണ്ട്. പക്ഷേ അണികൾ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ അണികൾ അവർക്ക് വേണ്ടി, ഒന്നുകിൽ പാർട്ടിക്ക് വേണ്ടി അവർ അടി കൂടുന്നു, ഇല്ല എന്നുണ്ടെങ്കിൽ നേതാക്കന്മാർക്ക് വേണ്ടി അടി കൂടുന്നു എന്ന് പറഞ്ഞതുപോലെ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ, ഫാൻസുകാർ തമ്മിൽ അടിയുണ്ട് എന്ന് വെച്ചിട്ട് ഇവർ തമ്മിൽ വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ആ ഒരു സൗഹാർദ്ദത്തിൻ്റെ പുറത്ത് ഒരുപാട് കാലം ഇവർ ഒരേ ഫീൽഡിൽ ജോലി ചെയ്യുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഈ നടന്മാരെ, ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്കൊരു ജോലി മാത്രമാണ്. അവരിതിനെ ഒരു ജോലിയായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു പാഷനായിട്ടാണ് കാണുന്നത്. അല്ലാതെ ഒരിക്കലും തൻ്റെ അപ്പുറത്തുള്ള ആൾ, മമ്മൂട്ടി മോഹൻലാലിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ ചെയ്യുന്നത്, അങ്ങനെയൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഫീൽഡിൽ അവർ ജോലി ചെയ്യുന്നു. നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ജോലി മാത്രമാണ് അവർക്കത്. പക്ഷേ ആ ജോലി എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് മുന്നിലാകുന്നു, അത് മുഖേന ഒരുപാട് ആളുകൾ അവരുടെ ഫാൻസ് ആകുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ മമ്മൂട്ടിക്ക് അസുഖം വന്നപ്പോൾ മോഹൻലാൽ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം ഒരു അമ്പലത്തിലേക്ക് വഴിപാട് നേർച്ചയാക്കി. അങ്ങനെ ഇത് പൊക്കിക്കൊണ്ടുവന്നു. ഇതിലും എങ്ങനെയെങ്കിലും ഒരു മതം കലർത്തിയിട്ട് ഇതിനെ ഒരു ന്യൂസാക്കണം, അല്ലെങ്കിൽ ഇതിലെങ്ങനെയെങ്കിലും ഒരു വർഗീയത ഉണ്ടാക്കിയിട്ട് 4 ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരണം എന്ന് കരുതിയിട്ട് മനഃപൂർവ്വം ചെയ്ത ഒരു പരിപാടിയാണ് ഇത് വെച്ചിട്ട് ചാനൽ ചർച്ചകൾ നടത്തുക. അപ്പോൾ എന്തുണ്ടെങ്കിലും അന്തിച്ചർച്ചയാണ് ചാനലുകൾ. അപ്പോൾ ഈ ഒരു വിഷയം എടുത്തിട്ടിട്ട് അന്തിച്ചർച്ചയാക്കിയിട്ട് വിവരമില്ലാത്ത ഏതോ ഒരാൾ, അയാൾ ഇസ്ലാമിന് പുറത്താണ്, അല്ലെങ്കിൽ അദ്ദേഹം തൗബ ചെയ്യേണ്ട മാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് അറിയാത്ത ആളുകളെ മനഃപൂർവ്വം വിളിച്ചു വരുത്താണ്. അപ്പോൾ ഈ ചർച്ചയ്ക്ക് വിളിക്കുന്ന ആളുകൾ ഒരു വിഷയത്തിന് ചാനലിൽ ചർച്ച നടക്കുമ്പോൾ ആ വിഷയത്തിൽ വലിയ അറിവും ആഴത്തിൽ പഠിച്ച ആളുകളെയൊന്നുമല്ല ചാനൽക്കാർ വിളിക്കുന്നത്. എന്തെങ്കിലും വിവരക്കേട് പറയുന്ന ആളുകളെ പരമാവധി കിട്ടുമെന്ന് നോക്കും അവർ. കാരണം അങ്ങനെ വിവരക്കേട് പറയുമ്പോഴാണ് എന്തേ ചാനൽ ചർച്ചയ്ക്ക് ഒരു കൊഴുപ്പ് കൂടുള്ളൂ. അപ്പോൾ ഒരു 4 ആളുണ്ടെന്നുണ്ടെങ്കിൽ 2 ഏതെങ്കിലും അന്തംകമ്മികളെ ഇവർ വിളിച്ചിരുത്തും. കുറച്ച് സംസാരിക്കാൻ കഴിവുള്ള 2 ആളുകളെയും വിളിച്ചിരുത്തും. കാരണം അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്താലാണ് ഈ വിവരമില്ലാത്ത ഈ ആളുകൾ, 2 ആളുകൾ എന്തെങ്കിലും വിവരക്കേട് പറയുമ്പോൾ ഇവർ അതിനെതിർത്ത് സംസാരിക്കും. അപ്പോഴാണല്ലോ ചർച്ചയ്ക്കൊരു സുഖമുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 3 ആൾ 4 ആൾ ചർച്ചയ്ക്ക് ഇവർ വിളിച്ചാൽ ആ 4 ആളുകളും അന്തംകമ്മികളായിരിക്കും. എന്നിട്ട് ഈ 4 അന്തംകമ്മികളും കൂടെ ഒരു അറിവില്ലാത്ത വിഷയത്തിൽ ഇവർ വലിയ ചർച്ച നടത്തുകയാണ്. ഇവരെന്തോ വലിയ സംഭവമായിട്ട്, ഇവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു അറിവുണ്ടാവില്ല. എന്നാലും ഇവർ തള്ളിമറിച്ച് ആ വിഷയത്തെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവർ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി. ഇത് തന്നെയാണ് ചാനലുകാർക്കും ആവശ്യം. പിന്നെ ചില ചാനൽ ചർച്ചയിലൊക്കെ എന്തെങ്കിലും വിവരക്കേട് പറയുമ്പോൾ ചില ആളുകൾ ചൂടാവും. അപ്പോൾ ചൂടാകുമ്പോൾ ഇതും അവർക്ക് ഒന്നും കൂടി റേറ്റിംഗ് കൂടുകയാണ്. കാരണം ഈ വിവരക്കേട് പറയുന്നു, മറ്റൊരാൾ അതിനെ പിടികൂടുന്നു ഈ രൂപത്തിൽ.
അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നാട്ടിൽ ഇതിന് മാത്രം വർഗീയത പരത്തുന്ന ഒരു വിഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലുകാർ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു പ്രധാനപ്പെട്ട ന്യൂസും കാര്യങ്ങളൊന്നും അവർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഉള്ളതിൽ മതം കലർത്തി കഴിഞ്ഞാൽ എന്തായാലും ഏത് ന്യൂസായാലും അതിന് ആളുകളുണ്ടാവും. ആ വിഷയത്തിൽ ആളുകൾ ഇടപെടും, അല്ലെങ്കിൽ ആ ന്യൂസിന് പ്രത്യേകം ഒരു റീച്ച് കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇവർ കടന്ന് സംസാരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ അതൊരു വിഷയമാക്കേണ്ട കാര്യമില്ല. ഒരാൾ അയാളുടെ വിശ്വാസപ്രകാരം തൻ്റെ സഹോദരൻ, അയാൾ മുസ്ലിമാണ് എന്താണെന്ന് നോക്കിയിട്ടൊന്നുമല്ല, തൻ്റെ സഹോദരന് അസുഖം വന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വർഗീയതയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ചാനലിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിവിടെ അങ്ങനെ മതപരമായിട്ട് യാതൊരു വ്യത്യാസം ഇവിടെ കാണിക്കുന്നില്ല. ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാർ ചിലപ്പോൾ അന്യമതസ്ഥനായിരിക്കും. അയാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ, ഈ മമ്മൂട്ടിക്ക് അസുഖം വന്നെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അയൽവാസി എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ ഒരു സുഹൃത്ത് എന്നുള്ള നിലക്ക് നമ്മൾ പൈസ കൊടുത്തു പോലും നമ്മൾ സഹായിക്കും, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ ഇവിടെ ഇപ്പോൾ പൈസൻ്റെ ആവശ്യമില്ല, കാരണം ഇവർ അത്യാവശ്യം നല്ല പൈസ ഉള്ള ആളുകളാണ്. പക്ഷേ എന്നാലും ഒരു സുഹൃത്ത് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം ഒരു വഴിപാട് നടത്തി അസുഖം വേഗം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ യാതൊരു പ്രശ്നവുമില്ല, കാരണം ചെയ്ത ആൾക്കും പ്രശ്നമില്ല, ചെയ്തു കൊടുത്ത ആൾക്കും യാതൊരു പ്രശ്നമില്ല. ഇവിടെ ഇപ്പോൾ ഈ പറയപ്പെട്ട മോഹൻലാലാണ് ചെയ്തത്, മോഹൻലാലിന് അതിന് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്? മമ്മൂട്ടിക്കും ഉണ്ട്, മമ്മൂട്ടിക്കും അതിൽ പ്രശ്നമില്ല. ചെയ്തു കൊടുത്ത ക്ഷേത്ര ആളുകൾക്ക്, അവിടെ ആൾക്കും പ്രശ്നമില്ല. പ്രശ്നം മുഴുവൻ ആർക്കാണ്? ഇവിടുത്തെ മാധ്യമങ്ങൾക്കാണ്. അതിലെങ്ങനെയെങ്കിലും മതം കലർത്തണം എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാകുമ്പോൾ അതിനെന്തായാലും റീച്ച് കിട്ടുമെന്നുള്ളതാണ്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇത്തരം വിഷയങ്ങൾ നമ്മൾ അവഗണിക്കുക. ഇത്തരം ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ അതിനെ അവഗണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മളതിന് കൂടുതൽ നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ആ വിഷയം കൂടുതൽ